ഹലോ മക്കളെ, ഇപ്പൊ നമ്മുടെ ബയോളജിയുടെ ഫസ്റ്റ് ചാപ്റ്റർ ജെനറ്റിക്സ് ഓഫ് ലൈഫ് അഥവാ ജീവന്റെ ജനിതകത്തിൽ നിന്ന് ഉറപ്പായും ചോദിക്കുന്ന ഒരു ചോദ്യം നോക്കിയാലോ. നോക്കിക്കേടാ, കംപ്ലീറ്റ് ദ ഇലുസ്ട്രേഷൻ അല്ലെ, അതായത് ചിത്രീകരണം പൂർത്തിയാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഈ തന്നിരിക്കുന്നത് മോണോ ഹൈബ്രിഡ് ക്രോസ് ആണ്. അതായത് ഒരു സ്വഭാവം എങ്ങനെയാണ് മാതാപിതാക്കളിൽ നിന്ന് കുഞ്ഞുങ്ങളിലേക്ക് വ്യാപരിക്കുന്നത് അല്ലെ, അത്തരത്തിലുള്ള ക്രോസിനെ നമ്മൾ എന്താ വിളിക്കുക? മോണോ ഹൈബ്രിഡ് ക്രോസ് എന്നാണ് വിളിക്കുന്നത് അല്ലെ. അതാണ് നമുക്ക് ഈ ചിത്രത്തിൽ തന്നിരിക്കുന്നത്. അപ്പൊ നോക്കിക്കേ, ഒരു ഉയരം കൂടിയ ചെടി ടോൾ പ്ലാന്റിനെയും ഒരു ഉയരം കുറഞ്ഞ ചെടി അല്ലെ ഡ്വാർഫ് പ്ലാന്റിനെയും നമ്മൾ എന്ത് ചെയ്യുന്നു? ക്രോസ് ചെയ്യുന്നു. അപ്പൊ ആദ്യം നമ്മൾ എന്ത് എഴുതണം? അലീലുകൾ എഴുതണ്ടടാ. നോക്കിക്കേ, ടോൾ പ്ലാന്റ് ഉയരം കൂടിയ ചെടി ക്യാപിറ്റൽ ടി, ക്യാപിറ്റൽ ടി. ഡ്വാർഫ് പ്ലാന്റ് ഉയരം കുറഞ്ഞ ചെടി എന്ത് വരുന്നു? സ്മോൾ ടി, സ്മോൾ ടി. ഇവിടെ എന്ത് വരും? അലീലുകളുടെ ജോഡി ഇങ്ങനെ വരുന്നത് സ്മോൾ ടി, സ്മോൾ ടി. ഇനി എന്താ എഴുതേണ്ടത്? ബീജകോശങ്ങൾ അല്ലെ. ബീജകോശങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം? ഇങ്ങനെ സർക്കിൾ ചെയ്യണം. നോക്കിക്കടാ, ക്യാപിറ്റൽ ടി, ക്യാപിറ്റൽ ടി. അപ്പൊ ഇവിടെ ബീജകോശം ക്യാപിറ്റൽ ടി വരുന്നു അല്ലെ. ഒരു ക്യാപിറ്റൽ ടിയെ വരുള്ളൂ അല്ലെ. ഇവിടെയോ സ്മോൾ ടി, സ്മോൾ ടിയിൽ നിന്ന് ഇവിടെ ബീജകോശം ഒരു സ്മോൾ ടി ആണ് വരുന്നത്. കാരണം ഒരു ജോഡി അലീലുകളിൽ നിന്ന്, പെയർ ഓഫ് അലീൽസിൽ നിന്ന് ഒരൊറ്റ അലീൽ മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ? ഒരു ബീജകോശത്തിലേക്ക് പോകുന്നുള്ളൂ. ഓക്കെ അല്ലേ? അപ്പൊ ഗാമീറ്റ്സ് അഥവാ ബീജകോശങ്ങൾ നമ്മൾ എഴുതി. ഇവിടെ ഒരു ക്യാപിറ്റൽ ടിയും ഇവിടെ ഒരു സ്മോൾ ടി ആണ് വന്നിരിക്കുന്നത്. ഇനി ഇവർ പരസ്പരം എന്ത് സംഭവിക്കുന്നു? അതായത് ബീജസംയോഗം അല്ലെ. അപ്പൊ എന്തുണ്ടാകും? F1 ജനറേഷൻ, ഒന്നാം തലമുറ സസ്യങ്ങൾ ഉണ്ടാകുന്നു. എന്താ ഉണ്ടാവുക? ക്യാപിറ്റൽ ടി, സ്മോൾ ടി. അതായത് ടോൾ പ്ലാന്റ്സ് അല്ലെ. ക്യാപിറ്റൽ ടി, സ്മോൾ ടി വന്നാൽ എന്താണ്? ഉയരം കൂടിയ സസ്യങ്ങളാണ് ഒന്നാം തലമുറയിൽ ഉണ്ടായിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ രണ്ടാം തലമുറ സസ്യങ്ങളുടെ F2 ജനറേഷന്റെ റേഷ്യോ അനുപാതം എന്താണെന്ന് മറക്കാതെ കമന്റ് ചെയ്യാം.